ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണ്. ഫോളോയിങ് ആർ ഇൻകംപ്ലീറ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ട്. അത് ഇൻകംപ്ലീറ്റ് ആണ്. ചില മിസ്സിംഗ് ഫിഗേഴ്സുകളുണ്ട്. അതായത് സെയിൽസ് തന്നിട്ടില്ല, ക്ലോസ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം, ഇവിടെ പർച്ചേസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, സെയിൽസ് നമ്മൾ കണ്ടുപിടിക്കണം, ക്ലോസ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. അത് ടോട്ടൽ ചെയ്താൽ 14,96,710 കിട്ടും. ഇത് പർച്ചേസ് കിട്ടാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, ഈ 40,96,750 ബാക്കിയുള്ള എമൗണ്ട് മൈനസ് ചെയ്താൽ ബാലൻസ് ഫിഗറായിട്ട് എന്ത് കിട്ടും, പർച്ചേസ് കിട്ടും. സെയിൽസ് കണ്ടുപിടിക്കണം, ക്ലോസ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഇവിടെ നോക്കാം, കമ്മീഷൻ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കമ്മീഷൻ കണ്ടുപിടിച്ചാൽ ഇവിടെ ടോട്ടൽ കണ്ടുപിടിക്കണം. കമ്മീഷൻ്റെ കൂടെ ഗ്രോസ് പ്രോഫിറ്റ് ആഡ് ചെയ്താൽ ടോട്ടൽ കിട്ടും. ആ ടോട്ടൽ ഇപ്പോഴത്തെ സൈഡിൽ ഇടാം. അവിടെ മിസ്സിങ് ഫിഗർ ആയിട്ടുണ്ട്. അതേപോലെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്ക് പോകുന്നതാണെങ്കിൽ സ്റ്റോക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റോക്ക് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചാൽ ആ സ്റ്റോക്ക് എടുത്തിട്ട് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതിയാൽ മതി. ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതർ ഫിക്സഡ് അസറ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ ജനറൽ റിസർവ് കണ്ടുപിടിക്കണം, പ്രോഫിറ്റ് അക്കൗണ്ട് കണ്ടുപിടിക്കണം, ഡിബഞ്ചർ കണ്ടുപിടിക്കാനുണ്ട്. ഇത്രയും മിസ്സിംഗ് ഫിഗേഴ്സുകൾ ഉണ്ട്. ഇനി തന്ന ഹിൻഡുകൾ നോക്കാം. കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, 2:1 ആണ്. ക്ലോസ് സ്റ്റോക്ക് 25% ഓഫ് സെയിൽസിൻ്റെ 25% ആണ് ക്ലോസ് സ്റ്റോക്ക്. അടുത്തത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് വാസ് 40% ഓഫ് പെയ്ഡപ്പ് ക്യാപിറ്റൽ. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് പെയ്ഡപ്പ് ക്യാപിറ്റലിൻ്റെ 40%. പെയ്ഡപ്പ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 5 lakh ആണ്. അതിൻ്റെ 40%, അതാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. അടുത്ത ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്, 60% ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എങ്ങനെയാണ് കാണുക, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇവിടെ ക്വസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതേപോലെ അത് ഉപയോഗിച്ചിട്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 60% ആണ്. 60% എന്ന് പറയുമ്പോൾ 0.6 ഇട്ടാൽ മതി. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം, സെയിൽസ് കണ്ടുപിടിക്കാം. എമൗണ്ട് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് ഈസ് സെയിം ആസ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എത്രയാണോ ആ എമൗണ്ട് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കറണ്ട് ഇയർ ജനറൽ റിസർവ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 40% ആണ് അല്ലേ. പെയ്ഡപ്പ് ക്യാപിറ്റലിൻ്റെ 40% ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെയ്ഡപ്പ് ക്യാപിറ്റൽ 5 lakh ആണ്, അതിൻ്റെ 40%. അതായിരിക്കും കറണ്ട് ഇയർ ജനറൽ റിസർവ്. അടുത്തത് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് അക്കൗണ്ട് ഈസ് കാൽക്കുലേറ്റഡ് 10% ഓഫ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. അതായത് ഈ വർഷത്തെ പ്രോഫിറ്റ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിലുള്ള പ്രോഫിറ്റ് അക്കൗണ്ട് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റിൻ്റെ 10% ആണ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് കണ്ടുപിടിക്കാം, അതിൻ്റെ 10% ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കമ്മീഷൻ ഇൻകം ഈസ് 1/7 ഓഫ് നെറ്റ് പ്രോഫിറ്റ്. 1/7 ആണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 1/7 ആണ് കമ്മീഷൻ റിസീവ്ഡ്. ഈ കമ്മീഷൻ റിസീവ്ഡ് നെറ്റ് ഇൻകം, നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3,50,000 ആണ്. അതിൻ്റെ 1/7 ആണ് കമ്മീഷൻ എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഓഫ് ജനറൽ റിസർവ് ഈസ് ട്വൈസ് ദ കറണ്ട് ഇയർ ട്രാൻസ്ഫർ എമൗണ്ട്. ഇപ്പോൾ കറണ്ട് ഇയറിൻ്റെ എത്രയാണോ ജനറൽ റിസർവ് അതിൻ്റെ 2 ഇരട്ടിയാണ് ബാലൻസ് ഷീറ്റിലുള്ള ജനറൽ റിസർവ്. ഇത്രയും ഹിൻഡുകളാണ് തന്നത്. അപ്പോൾ ജനറൽ റിസർവ് കണ്ടുപിടിക്കണം. ഇത്രയും ഹിൻഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഐറ്റംസും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ആൻസറിലേക്ക് നോക്കാം. നമുക്ക് തന്ന ഹിൻഡ് ഉപയോഗിച്ചിട്ട് സെയിൽസ് കണ്ടുപിടിക്കുകയാണ്. സെയിൽസ് കണ്ടുപിടിക്കാൻ
ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട് 60% ആണ്. അത് 0.6 എടുത്താൽ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഇത് ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 60% തന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ട് സെയിൽസ് കണ്ടുപിടിച്ചു. ഇനി ക്ലോസ് സ്റ്റോക്ക് ക്വസ്റ്റിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ക്ലോസ് സ്റ്റോക്ക് സെയിൽസിൻ്റെ 25% ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെയിൽസ് കണ്ടുപിടിച്ച് അതിൻ്റെ 25% ക്ലോസ് സ്റ്റോക്ക് 2,99,342. ഇത് കിട്ടിയ ആൻസർ സെയിൽസും ക്ലോസ് സ്റ്റോക്കും ഇതിലേക്ക് മാറ്റി എഴുതിയാൽ നിങ്ങൾക്ക് 14,96,710 കിട്ടും. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ അകത്ത് നിങ്ങൾ കിട്ടിയ ആൻസർ ഇതിലേക്ക് മാറ്റിയിരുന്നു. സെയിൽസ് എഴുതി, ക്ലോസ് സ്റ്റോക്ക് എഴുതി, അതിൻ്റെ ബാലൻസ് ഫിഗർ ആയിരിക്കും എന്ത് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ അകത്ത് കമ്മീഷൻ കാണണം, കമ്മീഷൻ കണ്ടുപിടിക്കണം. കമ്മീഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഹിൻഡ് തന്നിട്ടുണ്ട്. കമ്മീഷൻ 1/7 ഓഫ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 3,50,000. അതിൻ്റെ 1/7 കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കമ്മീഷൻ കിട്ടും. $50,000 ആണ്. 3,50,000ൻ്റെ 1/7 50,000. അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും കംപ്ലീറ്റ് ആയി. ടോട്ടൽ ചെയ്യാം 7,68,421 കിട്ടും. കമ്മീഷനും കിട്ടി. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിനകത്ത് പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് പറയുന്നുണ്ട്. പെയ്ഡപ്പ് ക്യാപിറ്റലിൻ്റെ 40% ആണ് പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ്. അപ്പം പെയ്ഡപ്പ് ക്യാപിറ്റൽ 5 lakh ആണ്. അതിൻ്റെ 40% പെയ്ഡപ്പ് ക്യാപിറ്റൽ ഇതിൻ്റെ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് 2 lakh ആൻസറായിട്ട് കിട്ടും. നിങ്ങൾക്ക് ജനറൽ റിസർവ് നോക്കണം. പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 lakh ആയിരിക്കും കറണ്ട് ഇയർ ജനറൽ റിസർവ്. കറണ്ട് ഇയർ ജനറൽ റിസർവ് 2 lakh. പിന്നെ കമ്മീഷൻ പ്രോഫിറ്റ് 3,50,000 ആണ്. അതിൻ്റെ 1/7 50,000 കിട്ടും. പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റിൻ്റെ 10% ആണ് ബാലൻസ് ഷീറ്റിലുള്ള പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പം പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് 2 lakh ആണ്. 2 lakhൻ്റെ 10% 20,000 ആയിരിക്കും ബാലൻസ് ഷീറ്റിൻ്റെ അകത്തുള്ള പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കാണും. ഡിബെഞ്ചർ കാണണം. ഡിബെഞ്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് 30,000 ആണ്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ 30,000 ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിബെഞ്ചർ 3 lakh ആയിരിക്കും. 10% ഡിബെഞ്ചേഴ്സാണ്. 10% ഡിബെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ അത് 30,000 ആണെങ്കിൽ 3 lakhൻ്റെ ഡിബെഞ്ചേഴ്സ് ആയിരിക്കും. 30,000 ഇൻറ്റു 10/100 എടുത്താൽ നിങ്ങൾക്ക് ഡിബെഞ്ചറിൻ്റെ വാല്യൂ കിട്ടും. അപ്പം ഡിബെഞ്ചർ കണ്ടുപിടിച്ചോ. കറണ്ട് റേഷ്യോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കാം. കറണ്ട് റേഷ്യോ 2:1 ആണ്. കറണ്ട് ലാബിലിറ്റീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കറണ്ട് ലാബിലിറ്റീസ് നിങ്ങൾക്ക് ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ബാങ്ക് ബാലൻസ് ക്വസ്റ്റിൻ്റെ അകത്തുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കാം. കറണ്ട് ലാബിലിറ്റീസ് 6 lakh ആണ്. സ്റ്റോക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2,99,342. ബാങ്ക് ബാലൻസ് ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ട് 62,500. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കും.
ക്വസ്റ്റിനകത്തേക്ക് നോക്കാം. ജനറൽ റിസർവ്, പ്രോഫിറ്റ് അക്കൗണ്ട്, 10% ഡിബഞ്ചേഴ്സ് ടോട്ടൽ ചെയ്താൽ നിങ്ങൾക്ക് ലാബിലിറ്റീസിൻ്റെ ടോട്ടൽ കിട്ടും. ആ ടോട്ടൽ ഇപ്പോൾ ഇട്ടാൽ നിങ്ങൾക്ക് സ്റ്റോക്കും ഡെപ്റ്റേഴ്സും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് ആയിരിക്കും അതർ ഫിക്സഡ് അസറ്റ്. നോക്കാം ബാലൻസ് ഷീറ്റ്. പെയ്ഡപ്പ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ജനറൽ റിസർവ് നമ്മൾ കണ്ടുപിടിച്ചു, പ്രോഫിറ്റ് അക്കൗണ്ട് കണ്ടുപിടിച്ചു, ഡിബഞ്ചേഴ്സ് കണ്ടുപിടിച്ചു, കറണ്ട് ലാബിലിറ്റീസ് ഓൾറെഡി തന്നിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി ക്വസ്റ്റിൻ്റെ അത് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് കണ്ടുപിടിച്ചു, ഡെപ്റ്റേഴ്സ് കണ്ടുപിടിച്ചു, ബാങ്ക് ബാലൻസ്, അതർ ഫിക്സഡ് അസറ്റ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.